ഹായ് ഓൾ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, നമുക്ക് അറിയാം നമ്മുടെ PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ 10 ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാതെ ഒരു എക്സാം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും വരും. അത് ഈ പറയുന്ന പോലെ സെന്റൻസിലെ ഈ വാക്കിന് പര്യായം താഴെ കൊടുത്തിരിക്കുന്ന ഇത് ആ ഒരു രീതിയിൽ വരാം. അല്ലാതെ നോർമൽ ആയിട്ടുള്ള എന്താണ് ഈ ഈ വാക്കിന്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പര്യായ പദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക, ഇത്തരത്തിലൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്നല്ല, 110% വരുമെന്ന് തന്നെയാണ് ഞാൻ പറയുക. ഒരു ടോപ്പിക്കാണ്, ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും. അപ്പം നമുക്ക് അതിനകത്ത് ഈ എല്ലാത്തിന്നും ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം വാക്കുകൾ അവർ നോക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് മാത്രമില്ല. എക്സാമ്പിൾ ഇപ്പൊ സൂര്യൻ, ആമ്പൽ, വെള്ളം, ജലം, സമുദ്രം, ഭൂമി, ആകാശം, പക്ഷി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക എക്സാമിനും ഇത് തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങ് ഇട്ട് ചോദിക്കലാണ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് 20 മുതൽ 25 വരെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പര്യായ പദങ്ങളും അതിന്റെ കൂടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള മറ്റു പദങ്ങളുടെ മീനിങ്ങും, പിന്നെ ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് കാറ്റഗറി നമ്പറോടൊപ്പം അല്ലെങ്കിൽ എക്സാം പേരോടൊപ്പം ഉള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ റാൻഡം ആയിട്ടുള്ള കുറെ PYQ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് മൊത്തം പര്യായത്തിനെ കുറിച്ചായിരിക്കും. അപ്പൊ കുറേ വാക്കുകൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒത്തിരി വാക്കുകൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒത്തിരി വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വരുന്ന എക്സാംസിനെല്ലാം ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പൊ ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരുന്നോളൂ. അപ്പൊ എന്താണ്, ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ക്ലാസ് കാണുന്നതിന് മുന്നേ ഒന്ന് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു പെന്നും പേനയായിട്ട് പെന്നും ബുക്കും ഒന്ന് അടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ പറയുന്ന കേൾക്കുന്നു, ഞാനിവിടെ പറയുന്നത് എഴുതുന്നു, നിങ്ങൾ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മൈൻഡ് സെറ്റിൽ അപ്പൊ തന്നെ ഒന്ന് എഴുതുവാണെങ്കിൽ അത് 3 പ്രാവശ്യം നമ്മുടെ മൈൻഡിലേക്ക് കൂടെ പോകുമ്പോഴത്തേക്ക് എന്താണ്, അത് തറയാവും. ഓക്കെ, അപ്പൊ ക്ലിയർ ആക്കി വെക്കുക. ഇതിപ്പം മലയാളം ഒന്നും അറിയാത്ത കുറേ പേര്, കുറേ മെസ്സേജസ് ഉണ്ട്, ഒന്നും പഠിക്കാതെ വന്നിട്ടുള്ള മെസ്സേജ്, ഒന്നും നോക്കിയിട്ടുള്ള മെസ്സേജ്, അങ്ങനെയൊക്കെ പറയുന്നവർക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് വൺസ് അഗൈൻ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ നോക്കാടാ, എന്താണ് പര്യായം എന്ന് പറയുന്നത്? ബേസിക്കലി പര്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരേ അർത്ഥമുള്ള കുറെ പദം, ശരിയാണ്, അത് തന്നെയാണ് എന്താ പര്യായം എന്ന് പറയുന്നത്. അതായത് ഒരേ അർത്ഥം വരുന്ന, ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണേ എന്താണെന്നുള്ളത്. ഒരേ അർത്ഥം വരുന്ന ഒരേ അർത്ഥം വരുന്ന ഒരേ അർത്ഥം വരുന്ന വ്യത്യസ്ത വ്യത്യസ്ത പദങ്ങളെയാണ്, വ്യത്യസ്ത പദങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ വ്യത്യസ്ത പദങ്ങളാണ് നമ്മൾ പര്യായം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ, മനസ്സിലായല്ലേ? അപ്പൊ ഞാനിവിടെ ആദ്യം കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പോകാടാ ക്ലാസ്സിലേക്ക്, പോകാം. അപ്പൊ നോക്കിക്കോടാ, ഫസ്റ്റ് സൂര്യൻ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചോ. സൂര്യന്റെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ആദ്യം നിങ്ങൾ ആ ബുക്കിനകത്തോട്ട് എഴുതി വെച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അറിഞ്ഞുകൂടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ സൂര്യൻ എന്ന് പറയുന്നതിന്റെ ആദിത്യൻ നമുക്കറിയാം, ദിനകരൻ നമുക്കറിയാം, ഭാസ്കരൻ നമുക്കറിയാം, രവി നമുക്കറിയാം, മാർത്താണ്ഡൻ അറിയാമോ? അതത്ര അങ്ങോട്ട് പരിചിതമല്ല അല്ലേ? അപ്പൊ മാർത്താണ്ഡൻ ഒന്ന് പറഞ്ഞു വെക്കുക. അർക്കൻ, പ്രഭാകരൻ. അപ്പൊ ഇത്രയാണ് സൂര്യന്റെ പര്യായം എന്ന് പറയും. ഒട്ടുമിക്കതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സൂര്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. ഭാനു എന്നുള്ളൊരു മറ്റൊരു പേരുണ്ട്. എന്താണ് ഭാനു? ഇവിടെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭാനു എന്നുള്ളൊരു പേര് കേട്ടോ. പിന്നെ സവിതാവ് എന്നും കൂടി നമുക്ക് ചേർക്കാം. സവിതാവ്, സെറ്റ് അല്ലേ? സവിതാവ്, ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് വയ്ക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, നമ്മുടെ സൂര്യനെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? അർക്കൻ, പിന്നെ ആദിത്യൻ, ദിനകരൻ, ഭാസ്കരൻ, രവി, എന്താണ് മാർത്താണ്ഡൻ, പിന്നെ പ്രഭാകരൻ. ഇതെല്ലാം നമ്മൾ സെറ്റ് ആക്കി പഠിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത വാക്കിലേക്ക് പോവാം. അടുത്ത വാക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? ചന്ദ്രൻ അല്ലെ. അപ്പൊ നമുക്ക് ചന്ദ്രൻ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇന്ദുമതി നമുക്കറിയാം. സോമൻ, അതും കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. ശശി, നമ്മൾ കളിയാക്കിയൊക്കെ പറയുന്നു അല്ലെ. യെസ്, ശശി നമുക്കറിയാം അല്ലെ. നിശാകരൻ, രാത്രിയിലുള്ളവൻ, നിശാകരൻ, അത് നമുക്കറിയാം അല്ലെ. ഇനി കലാധരൻ എന്നുണ്ട്, അത് കലാധരനാണ്. ചന്ദ്രക്കല ഓർത്താ മതി.
ചന്ദ്രകല ഓർത്തു വെച്ചാൽ മതി, കല പോലെ ഇരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ കലാധരൻ, മൃഗാങ്കൻ, മൃഗാങ്കൻ കേട്ടോ. ഇനി ഇവിടെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം തിങ്കൾ, തിങ്കൾ ചന്ദ്രനാണ്. മതി, മതി, മതി എന്താണ് ഈ പറയുന്ന ചന്ദ്രനാണ്. പിന്നെ ശശാങ്കൻ, ശശാങ്കൻ ചന്ദ്രനാണ്. അപ്പൊ നമുക്ക് അവിടെ ഇത്രയും കൂടി വേർഡ് ചേർത്ത് വയ്ക്കാം. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ സൂര്യൻ പഠിച്ചു, ചന്ദ്രൻ പഠിച്ചു. നേരെ നമ്മൾ ഇനി വെള്ളത്തിലോട്ട് പോവുകയാണ്. ജലം, ജലം നോക്കാം. ജലത്തിന്റെ ഏതൊക്കെയാണ്? നീര്, തോയം, വാരി, അമ്പു, പയസ്, സലിലം. ഈ അമ്പു എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. അമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പ് എന്നുള്ളത് മാറിപ്പോവരുത്. അമ്പ്, വില്ല ആ ഒരു രീതിയിൽ മാറിപ്പോവരുത്. അമ്പ് എന്നുള്ളത്, വെള്ളം എന്നുള്ളത്. പിന്നെ അമ്പ് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രക്തത്തിലുള്ള ജലാംശം എന്നൊക്കെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ വേർഷനിൽ അത് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അതൊന്ന് ഓർത്തു വെച്ചേക്കുക, വെള്ളമാണ് എന്നുള്ള കാര്യം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നു ഭൂമി, 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 ധരണി നമുക്കറിയാം. ധരണി നമുക്കറിയാം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്, ധരണി നമുക്കറിയാം. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ധര, ധരിത്രി ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലെ. കുഞ്ഞിലെ തൊട്ട് നമ്മൾ എന്താണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഭൂമിയുടെ പര്യായ പദം ഏത് എന്നൊക്കെ, ധര, ധരിത്രി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ധരിണി, വസുന്ധര, വസുന്ധര, മേദിനി, പൃഥ്വി, അവനി, അവനി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ അത് അത്രയുമാണ് ഭൂമിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ള കുറച്ചധികം കാര്യങ്ങൾ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്ന കാര്യമല്ല. ഇനിയിപ്പോ ഭൂമിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾക്കുണ്ടോ? ഭൂമിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അതോ ഇത്ര മാത്രമേ ഉള്ളോ? നിങ്ങൾക്കറിയാമോ വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് എന്ത് ചെയ്ത് വെക്കുക, കൂടെ ചേർത്തങ്ങ് വെക്കുക. ഓക്കെ, കാറ്റ് എന്താണ്? കാറ്റിനെ പവനൻ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പവനൻ, മാരുതൻ, അനിലൻ, അനിലൻ, അനലൻ ഉണ്ട്, മാറിപ്പോകരുത്. അനിലനും അനലനും തമ്മിൽ മാറിപ്പോകരുത്. അതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് നോക്കി വച്ചേക്കുക കേട്ടോ. അടുത്തത് എന്താണ്? സമീരൻ. സമീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? കാറ്റ് എന്നുള്ളതാണ് കേട്ടോ. സമീരൻ എന്നുള്ളതും കാറ്റ് എന്നുള്ള മീനിങ് ആണ്. വായു, കാറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത അഗ്നിയാണ്. അഗ്നി, അഗ്നിയെ നമ്മൾ എന്ത് പറയും? തീ, വഹ്നി, ജ്വാല, ദഹനൻ, പാവകൻ, പാവകൻ. ഇത് ഇത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ കണക്റ്റഡ് ആയിട്ട് പറയാനായിട്ട്? ഉണ്ടോ? അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണേ. അപ്പൊ തീ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. സൂര്യൻ, ചന്ദ്രൻ, ജലം, ഭൂമി, കാറ്റ്, അഗ്നി. അപ്പൊ ഇവിടെ അന്നലനും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. അന്നലൻ, അനിലൻ അല്ല അനലൻ. അനിലനും അനലനും തമ്മിൽ മാറി മാറി പോവരുത്. ഓക്കെ, സെറ്റ് അല്ലേ? രാജാവ്, അടുത്ത രാജാവാണ്. ഭൂപതി, ഭൂപതി രാജാവാണ്. നരപതി, നരന്റെ പതിയായിട്ടുള്ളവൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നൃപൻ, മന്നൻ, മന്നൻ, നൃപൻ. പിന്നെന്താണ്? ഭൂപൻ, ഭൂപൻ, ഭൂ എന്നുള്ള മീനിങ് ആണ്. നമ്മള് എന്താ പറയാ, ഓണർ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് രാജാവ് എന്നുള്ള മീനിങ് കേട്ടോ. രാജാവ് ഓർത്തു വെച്ചേക്കണേ. രാജാവിന്റെ മീനിങ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഞാൻ വേറെ എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്കുള്ള ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് കേട്ടോ. യെസ്, ഓക്കെ, യെസ്. അടുത്ത സ്ത്രീ, സ്ത്രീ എന്താണ്? സ്ത്രീ, നാരി, വനിത, കാമിനി, യുവതി, പിന്നെന്താ? അങ്കന, അങ്കന. അപ്പം അത് നമുക്കറിയാന്നുള്ള കാര്യമാണ്. ഏതാണ്? നാരി, വനിത, കാമിനി, യുവതി, അങ്കന. സെറ്റ് അല്ലേ? പുഷ്പം, പുഷ്പമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പറയാനുള്ളത്? പൂവ്, കുസുമം, സുമം, മലര്. പൂവ്, കുസുമം, നമ്മുടെ മലറിനെ ഓർത്താൽ മതി. പൂവ്, കുസുമം, സുമം, മലര്. അപ്പൊ ഇത് ഇത്രയും നമുക്കൊന്ന് സെറ്റ് ആക്കാം ഒരിക്കൽ കൂടെ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കൻ, ആദിത്യൻ, മാർഖണ്ഡൻ അല്ലെ, മാർത്താണ്ഡൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സൂര്യൻ, മാർത്താണ്ഡൻ കേട്ടോ. നമുക്ക് സൂര്യനെ പറയാൻ പറ്റുക. നമ്മൾ ചന്ദ്രനെ പഠിച്ചു, ജലം പഠിച്ചു, ഭൂമി പഠിച്ചു. ഏറ്റവും ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കുന്നത്. അതെല്ലാം നമ്മൾ നോക്കി. കാറ്റ് നോക്കി, രാജാവ്, സ്ത്രീ അല്ലെ, പിന്നെന്താണ്? സ്ത്രീ, പുഷ്പം, അഗ്നി, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനിയിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ്. പക്ഷി, പക്ഷി എന്താണ്? ധ്വജം, ധ്വജൻ, ധ്വജൻ. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഖഗമുണ്ട്, വിഹഗമുണ്ട്, ആകാശത്തുള്ളത്. വിഹഗമുണ്ട്, പതംഗമുണ്ട്, ധ്വജനുണ്ട്. ധ്വജൻ, അതായത് ധ്വജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ജനിച്ചത് എന്നുള്ള മീനിങ് ആണ്. അതായത്
ഇട്ടു ഒരിക്കൽ ജനിച്ചു, പിന്നെ അതിൽ നിന്ന് ഒരിക്കൽ കൂടെ ജനിച്ചു എന്നുള്ള മീനിങ്ങിലാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്നു. അതുപോലെ ബ്രാഹ്മണനെയും നമ്മൾ ചില സന്ദർഭവശാൽ ധ്വജൻ എന്ന് പറയാറുണ്ട്. ബിക്കോസ് ഉപനയനം കഴിയുമ്പോൾ അവരുടെ ഒരു റീബർത്ത് ആയിട്ടാണ് അതിനെ പറയുന്നത്. സോ അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ധ്വജൻ എന്നുള്ള അർത്ഥം സന്ദർഭവശാല് മാറുന്ന ഒരു കാര്യമാണ്, ഓർത്തു വച്ചേക്കുക. ആന, ഗജ, കരി, ദ്വപൻ, ഹസ്തി, മാതംഗം, മാതംഗി, മാതംഗ നടനം എന്നൊക്കെ പറയും കേട്ടിട്ടില്ലേ? അന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ആന ശന്തമാണ് അല്ലെ? അപ്പൊ ആനയെ കുറിച്ച് നമ്മൾ പറയുമ്പോ എന്താണ്? ഈ ഗജം, കരി, ദ്വപൻ ഇതെല്ലാം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആന. സിംഹം ഇമ്പോർട്ടന്റ് ആണേ, സിംഹം ചോദിച്ചിട്ടുണ്ട്. സിംഹം. കേസരി, മൃഗേന്ദ്രൻ, മൃഗത്തിന്റെ ഏറ്റവും അധിപനായിട്ടുള്ളവൻ. മൃഗത്തിലെ ഇന്ദ്രൻ എങ്ങനെയാണോ, ദേവന്മാരിൽ ഇന്ദ്രൻ എങ്ങനെയാണോ, അതേപോലെ മൃഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെന്നുള്ള മീനിങ്ങിലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ പഞ്ചാനൻ എന്നുള്ള ഒരു വാക്കുണ്ട്. പഞ്ചാനൻ അല്ലെങ്കിൽ അതിനെ പഞ്ചാസ്യൻ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പഞ്ചാസ്യൻ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം അതൊന്ന് ഓർത്തു വെക്കുക. എന്തിനാണ് പഞ്ചാനനൻ എന്ന് പറയുന്നത്? പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, ആനനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം അല്ലെ? അപ്പം 5 വ്യത്യസ്ത സിംഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ 5 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പഞ്ചാനനൻ എന്നുള്ള ഒരു പേര് സിംഹത്തിന് കൊടുത്തിരിക്കുന്നത്. സെറ്റാണേ, ക്ലിയർ ആണേ, മനസ്സിലായേ? നമ്മുടെ പഞ്ചാനൻ, സാഹിത്യ പഞ്ചാനനെയും കൂടി ഇതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് 5 കാര്യങ്ങളിൽ എന്താണ് പ്രാവീണ്യമുള്ളവനായതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താണ് സാഹിത്യ പഞ്ചാനനൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സമുദ്രം, സി. കടൽ, സാഗരം, അർണവം, വാരിധി, ജലധി. ക്ലിയർ ആണേ? കടലിനെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സമുദ്രത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ദാ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും. കടൽ, സാഗരം, അർണവം, വാരിധി, ജലധി. ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത മല, മൗണ്ടൻ. ഇടയ്ക്കൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതായിരുന്നു മൗണ്ടൻ അജലം എന്ന് പറയുന്നു. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അജലം എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. അപ്പം അജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ മീനിങ് ചലിക്കാത്തത് എന്നുള്ള മീനിങ് ആണ്. അപ്പം മൗണ്ടൻ ചലിക്കത്തില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ അതിനെ അർത്ഥം ആക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് കാവലായിട്ട് നിൽക്കുന്ന ആള് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഈ മൗണ്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഭൂധരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേ. ഗിരി, പർവം, അജലം, ശൈലം, ശൈലപുത്രി അല്ലെ? ശൈലപുത്രി നമ്മൾ പറയാറുണ്ട്. യെസ്, അപ്പം ഭൂധരൻ ഇതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത രാത്രി, നിശ, യാമിനി, രജനി, ക്ഷഭ അല്ലെ? യെസ്, ഓക്കെ, സെറ്റ് അല്ലേ? ദിവസം, ഡേ, നാൾ, അഹസ്, വാസരം, ദിനം. ഓക്കെ. മരം, വൃക്ഷം, തരു, പാദപം, ധ്രുമം ഓർത്തു വെച്ചേക്കുക. വൃക്ഷം ഓർത്തു വെച്ചേക്കുക കേട്ടോ. വീട്, ഗൃഹം, ഭവനം, ആലയം, സദനം. വീടെന്താണ്? ഗ്രഹം അല്ല, ഗൃഹം എഴുതുമ്പോ ഓർക്കുക. പദശുദ്ധിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പദശുദ്ധിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വന്ന് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ? വീട്. അമ്മ, മാതാവ്, ജനനി, അമ്പ. ഇനി ദൈവം, ഈശ്വരൻ, ഭഗവാൻ, പ്രഭു, ദേവൻ. അല്ല, മെയിൻ ആയിട്ട് ഈശ്വരനും ഭഗവാനുമാണ് നമ്മൾ പറയുന്ന. ദേവൻ ഓൾസോ. പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പ്രഭുത്വം എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കി കുറച്ചൊന്ന് എന്താണ് അത്ര വലിയ ഇതായിട്ട് നോക്കണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഈ ഇടക്കാലത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2023 വന്നിട്ടുണ്ട്, 22 വന്നിട്ടുണ്ട്, 22 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 23 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ. മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദ്യം. മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദം ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. കൃപാണം എന്നുള്ളതാണ്. പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഇതിലെ പര്യായ പദം അല്ലാത്തത് കൃപാണം എന്ന് പറയുന്നതാണ്. കൃപാണം മീൻസ് വാള് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബാക്കി മൂന്നും എന്താണ്? അജിരം എന്ന് പറയുന്നത് മുറ്റമാണ്. ചതുരം എന്ന് പറയുന്നത് മുറ്റമാണ്. അങ്കണം എന്ന് പറയുന്നത് മുറ്റമാണ്. ഇതിനകത്ത് കൃപാണം മാത്രമാണ് എന്ത്? വാളെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ്.
ഓപ്ഷൻ ബി ആണ് കേട്ടോ. സെറ്റ് അല്ലേ? മുറ്റം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതെന്നുള്ള ചോദ്യത്തിന്റെ കാര്യം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത നോക്കിക്കോടാ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? നദി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു വന്നിട്ടുള്ള ഒരുപാട് പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് നദി. നദിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ എന്താണ് പര്യായ പദങ്ങൾ എന്ന് പറയാം. അപ്പൊ തടിനി എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാം. തടിനി എന്നുള്ളത് അല്ലെ, തടിനി എന്താണ്? നദി എന്നുള്ള മീനിങ് ആണ് അല്ലെ. നദി എന്നുള്ള മീനിങ് ആണ് തടിനി എന്നുള്ളത് അല്ലെ, തടിനി. ഇനി അടുത്തത് വേറെന്തൊക്കെ പറയാൻ പറ്റും? തടിത്ത്, തടിത്ത് നദിയാണ്. വാഹിനി, വാഹിനി നദിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, ഓർത്ത് വെച്ചേക്കുക. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പം അതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 23 ചോദിച്ചിട്ടുള്ളതാണ്. 23 ചോദിച്ചിട്ടുള്ളതാണ്. തടിനി എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പൊ ബാക്കി ഉള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമോ? ഈ തളിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തളിമം, ഈ സൈകതം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ വീടിന്റെ തിണ്ണ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? തിണ്ണ, ഈ മൺതിട്ട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്നൊക്കെ പറയത്തില്ലേ? സോ ആ ഒരു മീനിങ് വരുന്നതാണ് ഈ അർത്ഥം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ലാസ്റ്റ് ഈ തലീനം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്. ഒരു ചീര എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊരു ഇലയാണ് എന്നുള്ള കാര്യം, ഒരു സസ്യം ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് നമുക്ക് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ വായനയെ കേട്ടോ. അപ്പം സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു, അർക്കൻ പഠിച്ചു, മിഹിരൻ നമ്മൾ പഠിച്ചില്ല. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം പഠിക്കുകയാണ്. മിഹിരൻ അത് സൂര്യനാണ്, ആദിത്യൻ സൂര്യനാണ്. എന്നാൽ സുധാംശു എന്തല്ല? സൂര്യനല്ല. സുധാംശുവിന്റെ മീനിങ് എന്താണ്? ചന്ദ്രൻ എന്നാണ്. ചന്ദ്രൻ അല്ലെ, സോമൻ അല്ലെ, നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ ആക്ച്വലി പഠിച്ചില്ലേ ചന്ദ്രൻ? നമ്മുടെ എന്താണ്? യെസ്, ഇന്ദു, ശശി, നിശാകരൻ, കലാധരൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ സുധാംശു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാറ്റഗറി നമ്പർ കേട്ടോ. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഏത്? പര്യായം ഏത്? റൈറ്റ് വൺ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം ഉരകം എന്ന് പറയുന്നത് എന്താണ്? ഇഴജന്തുക്കൾ അല്ലെങ്കിൽ പാമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉരകവർഗ്ഗങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് തൽക്കാലം പാമ്പെന്ന് എഴുതാം. നാഗം എന്ന് പറഞ്ഞാലും എന്താണ്? പാമ്പ് എന്നുള്ള മീനിങ് ആണ്. ഗൗളി എന്താണ്? പല്ലി അല്ലെ. എഴുത്തിലൊരു വ്യത്യാസമുണ്ടല്ലേ. ഗൗളി പല്ലിയാണ്. ഖഗം എന്താണ്? ഖഗം എന്ന് പറയുന്നതാണ് പക്ഷി അല്ലെ. സോ ദ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ 4 ആണ് അല്ലെ. ഖഗം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഏതിനൊക്കെ ചോദിച്ചിട്ടുണ്ട്? 22 ചോദിച്ചിട്ടുണ്ട്. വീണ്ടും 22 സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ചിരിക്കുന്നതാണ്. +2 മെയിനിന് ചോദിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് 10th. അപ്പം പ്രിലിംസ് മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. പിന്നെ അതെന്താണ്? പിന്നെ വേറെ ഏതാ ക്വസ്റ്റ്യനാ? വേറെ ഏതാണ്ട് 22 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, 23 നടന്നിട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആണ്. മനസ്സിലാക്കി വെക്കുക. അപ്പൊ മനസ്സിലാക്കി വെക്കുക. ശാരിക എന്ന വാക്കിന്റെ പര്യായ പദം ഏത്? പര്യായ പദം അല്ലാത്തത് ഏതെന്നാണ്. അല്ലാത്തത് ഏതെന്നാണ്. ശാരിക എന്ന് ഇറ്റ്സ് മീൻസ് എന്താണ്? ശാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി എന്നുള്ള മീനിങ് ആണ്. പക്ഷിയാണ് അല്ലെ. ശാരിക പൈതലേ അല്ലെ. ശാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി എന്നാണ്. കീരം എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് തന്നെയാണ് മീനിങ്. ശുഗം എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് തന്നെയാണ് മീനിങ്. കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷി എന്ന് തന്നെയാണ് മീനിങ്. പക്ഷെ ചകോരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു പുരാണ കൃതികളിലൊക്കെ പറയപ്പെടുന്ന ചകോര പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനത്തിൽപ്പെട്ട, അത് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. അപ്പൊ നമുക്ക് കോമൺലി പക്ഷി എന്ന് പറയാൻ പറ്റൂല. അത് ഇവിടുത്തെ വ്യത്യാസമാണ്. അത് മനസ്സിലാക്കുക. പക്ഷി തന്നെയാണ്, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ എപ്പോഴും MCQ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കി വേണം ആൻസർ ചെയ്യാനുള്ളത് അല്ലെ. ഓപ്ഷൻസ് എത്രത്തോളം MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും അടുത്തോട്ട് നിൽക്കുന്ന ആൻസർ, ഏറ്റവും കൂടുതൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൻസർ ഏതാണോ അതാണ് കറക്റ്റ്. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചകോരം എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയാണ്, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പക്ഷിയാണ്. ലൈക്ക് എന്താണ്? ഉപ്പൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചകോര പക്ഷി, ഉപ്പൻ എന്നൊക്കെ പറയപ്പെടുന്ന പക്ഷിയാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പോലീസ് കോൺസ്റ്റബിൾ എന്നൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ 10th മെയിൻസിന് വന്നിട്ടുണ്ട്. പിന്നെന്താണ്? 21 റിപ്പീറ്റഡ് ആയിട്ട് ഇത്രയും
23, 21 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ, ഞാൻ ആ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് നമ്മൾ പഠിച്ചു. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത ആദിത്യൻ നമ്മൾ സൂര്യനാണെന്ന് പഠിച്ചു, ഭാസ്കരൻ നമ്മൾ സൂര്യനാണെന്ന് പഠിച്ചു, രവി നമ്മൾ സൂര്യനാണെന്ന് പഠിച്ചു. നമ്മൾ പഠിക്കാത്ത ഇന്ദു ആണ്. ഇന്ദു എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇന്ദു ചന്ദ്രനാണെന്ന് പഠിച്ചു അല്ലെ, ചന്ദ്രനാണെന്ന് പഠിച്ചു. ദാ ഇവിടെ കിടപ്പുണ്ട്, ചന്ദ്രനാണെന്ന് പഠിച്ചു. സെറ്റ് അല്ലേ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ജലം എന്നതിന്റെ പര്യായം ഏത്? ജലം എന്നതിന്റെ പര്യായം ഏതെന്നാണ് ചോദിക്കുന്നത്. ധരണി ആണ്. പിന്നെ വഖിനി പര്യായ പദം ഏതെന്നാണ് ചോദിക്കുന്നത്. ധരണി അല്ല ഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചു. വഖിനി എന്താണ്? വഖിനി എന്താണ് നമ്മൾ പഠിച്ചല്ലോ. വഖിനി എന്തായിരുന്നു? ഒന്ന് ഓർത്തെടുത്ത്, എന്താ പഠിച്ച? അഗ്നി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഗിരി എന്താണ്? പർവ്വതം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? വാരി എന്നുള്ളതാണ്. ധരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്ന് പഠിച്ചു. വഖിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പഠിച്ചു അല്ലെ. ഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്ന് നമ്മൾ പഠിച്ചു. പർവ്വതം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ സോ ആൻസർ ഇസ് വാരി അല്ലെ. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമി എന്നതിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഭൂമി എന്നതിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ധരണി ഭൂമിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ PYQൽ എന്തോ ഡിസ്കസ് ചെയ്തിരുന്നു. മേദിനി എന്നുള്ളത് ഭൂമിയാണ്. പൃഥ്വി എന്നുള്ളത് ഭൂമിയാണ്. എന്നാൽ കേസരി എന്നുള്ളത് ഏതാണ്? കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹമാണ് അല്ലെ. കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെടാ? ദാണ്ട കിടക്കുന്നു, സിംഹമാണ്. അപ്പൊ നമ്മൾ സിംഹത്തിന്റെ പുതിയ കാര്യങ്ങൾ ഏതൊക്കെ പഠിച്ചു? പഞ്ചാനൻ പഠിച്ചു, പഞ്ചാസ്യൻ പഠിച്ചു, അല്ലെങ്കിൽ കേസരി എന്നുള്ളത് പഠിച്ചു. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെട്ടെന്ന് നമുക്ക് പോകാം. അടുത്ത ആന എന്നതിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദ്യം. ആന എന്നതിന്റെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദ്വിജൻ നമ്മളിത് പഠിച്ചു. രണ്ടാം ജന്മം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. പക്ഷിയാണ് നമ്മൾ പഠിച്ചു ഇല്ലേ. ഖഗം വീണ്ടും നമ്മൾ പക്ഷിയാണെന്ന് പഠിച്ചു. മൃഗേന്ദ്രൻ നമ്മൾ എന്താണ് പഠിച്ചു? മൃഗങ്ങളിൽ ഇന്ദ്രനായവൻ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ പഠിച്ചു. ആരാണെന്ന് പഠിച്ചു? നമ്മൾ സിംഹമാണെന്ന് പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഉത്തരം ബി ആണ്, ഗജമാണ് അല്ലെ. ആന. ഞാൻ ഇത്രയും വളരെ ലൈറ്റ് ആയിട്ട് എന്തിനു പറയണു, ചിലർക്ക് അറിയാം, നമ്മളെ സബ്ജക്ട് നോളേജ് ഉള്ളവർക്ക് ഇപ്പൊ ചിലപ്പം അതൊരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്താണ്, നമ്മൾ ഏറ്റവും ബേസിൽ നിൽക്കുന്ന ആൾക്കാരെയും കൂടി കണക്കിലെടുത്ത് വേണം എപ്പോഴും ക്ലാസ് കൊണ്ടുപോകാൻ അല്ലെ. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് സമുദ്രം എന്നതിന്റെ പര്യായം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏതാണ്? സാഗരം സമുദ്രമാണെന്ന് നമ്മൾ പഠിച്ചു. ജലധി സമുദ്രമാണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. ജലധി എന്താണ്? സമുദ്രമാണെന്ന് നമ്മൾ പഠിച്ചു. അർണവം നമ്മൾ സമുദ്രമാണെന്ന് പഠിച്ചു അല്ലെ. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചതേ ഉള്ളൂ അല്ലെ. യെസ്. അപ്പൊ ശൈലം എന്താണ്? ശൈലം എന്ന് പറയുന്നത് പർവ്വതമാണ്. ശൈലപുത്രി അല്ലെ. യെസ്, നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ്, അഗ്നി എന്നതിന്റെ പര്യായ പദം ഏത്? അഗ്നി എന്നതിന്റെ പര്യായ പദം. പവനൻ എന്താണ്? പവനൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. വഹ്നി എന്നത് എന്താണെന്നാണ് നേരത്തെ ചോദിച്ചത് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. അഗ്നി എന്നതിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദ്യം. പവനൻ എന്നുള്ളത് എന്താണ്? കാറ്റ്. പവനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം അല്ലെ. തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം. നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി. അപ്പോ വഹ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഗ്നി. സോ ദ ആൻസർ ഇസ് എന്താണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, രാജാവ് എന്നതിന്റെ പര്യായ പദം അല്ലാത്തത്. ഓൾറെഡി നമ്മൾ രാജാവിന്റെ പര്യായം ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അതല്ലാത്തത് നൃപൻ രാജാവാണ്, മന്നൻ രാജാവാണ്. ജനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നാണ് അല്ലെ മീനിങ്. അമ്മ എന്നാണ് മീനിങ്. ഭൂപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂപ്രദേശത്തിന്റെ പതിയായിട്ടുള്ളവൻ, ഭൂമിയുടെ പതിയായിട്ടുള്ളവൻ, ആ പ്രദേശത്തിന്റെ പതിയായിട്ടുള്ളവൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതിനെ നമുക്ക് വീണ്ടും രാജാവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ അതും എന്താണ്? ഭൂപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാജാവിന്റെ പര്യായ പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. പക്ഷി എന്നതിന്റെ പര്യായ പദം ഏതാണ് എന്നാണ് ചോദ്യം. പക്ഷി എന്നതിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് മാത്രം എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റി തന്നിരിക്കുന്നു. ഖഗം, ദ്വിപൻ, ഹരി, കുസുമം. ദ്വിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചേ? എന്താ പഠിച്ചേ? ആന നമ്മൾ പഠിച്ചില്ലേ. യെസ്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന് നമ്മൾ പറയുന്നതാണ്, മഹാവിഷ്ണു. അത് കൂടാതെ നമ്മൾ ചിലപ്പോ സൂര്യനെ, സന്ദർഭവശാൽ സൂര്യനെ, ചന്ദ്രനെ, ശിവനെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. കുസുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ആൻസർ എന്താണ്? ഖഗമാണ്. ഖഗം എന്ന് പറഞ്ഞാലാണ് പക്ഷി. പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഖഗം എന്നുള്ളതാണ്. രാത്രി എന്നതിന്റെ പര്യായം അല്ലാത്തത് ഏത്? അപ്പൊ നിശ എന്നുള്ളത് രാത്രിയാണ്, യാമിനി എന്നുള്ളത് രാത്രിയാണ്, രജനി എന്നുള്ളത് രാത്രിയാണ്. രജനി പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, രജനി രംഗം. യെസ്. അപ്പൊ വാസരം എന്നുള്ളതാണ് എന്ത്? ഡേ അല്ലെ, ഡേ ആയിട്ടുള്ളത്, ദിവസം എന്നുള്ള മീനിങ്ങില് വാസരം എന്നാണ്. ദിവസം എന്ന ദിവസത്തിന്റെ പര്യായമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാത്രി എന്ന പദം അല്ലാത്തത് ഏതെന്നാണ്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, വാസരം എന്നുള്ളതാണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിംഹം എന്നതിന്റെ പര്യായ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പുതിയൊരു വാക്ക് നമ്മൾ പഠിക്കുകയാണ്, ഹസ്തി. പര്യായ പദം ഏത്? ഹസ്തി. എന്തുവായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു? ഹസ്തി എന്തായിരുന്നു? ആന എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. വിഹകം എന്താണ്? വിഹകം എന്താണ്? പക്ഷി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. തോയം എന്താണ്? വെള്ളം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സോ ആൻസർ ഇസ് പഞ്ചാനനൻ. നമ്മൾ സെറ്റ് ആക്കി നേരത്തെ പഠിച്ചു വെച്ചിരുന്നു. നേരത്തെ നമ്മൾ പഞ്ചാസ്യൻ എന്നുള്ള മീനിങ്ങിൽ ഇത് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. പഞ്ചാസ്യൻ എന്നുള്ള മീനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റും. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. വേറെ കുറെ വേർഡ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ആകാശം, ഗഗനം എന്ന് പറയാം. ഗഗനം, നഭസ്, വാനം, അന്തരീക്ഷം, വ്യോമം, വ്യോമസേന ഇല്ലേ, ആകാശമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നക്ഷത്രം എന്താണ്? താരം, ഉഡു, തിക്ഷ്യം, ഉഡു ഓർത്ത് വെച്ചേക്ക. ഉഡു നമ്മളെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. മേഘം, ക്ലൗഡ്, ജലധം. ഈ ധം വരുന്നതെല്ലാം മേഘം ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ധം ജം എല്ലാം എന്താണ്? വെള്ളം അല്ലെ. യെസ്. അപ്പം വെള്ളത്തിലുള്ളത് എന്നുള്ള മീനിങ് ആണ്. വെള്ളത്തിലുള്ളത് ജം. ഓക്കെ, ജലജം അല്ലെ, മനസ്സിലാക്കുക. വെള്ളം റിലേറ്റ് ചെയ്തതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. വാരിതം, അമ്പുതം, ഘനം, ഘനശ്യാമം അല്ലെ. യെസ്, ഘനം എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്ത കാട്, വനം, ആരണ്യം, കാനനം, വിപിനം. എന്തൊക്കെയാണ്? കാടിനെ നമ്മൾ പറയുന്നത് വനം, ആരണ്യകാണ്ഡത്തിലൂടെ അല്ലെ. നമ്മൾ പാട്ടൊക്കെ ഇല്ലേ? യെസ്. ഓക്കെ. അപ്പൊ കാനനം, വിപിനം. പൂന്തോട്ടത്തിനെ നമ്മൾ എന്താ പറയും? ഉദ്യാനം. വാടിക, ആരാമം, ഉദ്യാനം, വാടിക. ഓർത്തു വച്ചേക്കുക. പാമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഭുജംഗം, അഹി, നാഗം, സർപ്പം, ഉരകം വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? കുതിര, അശ്വം, തുരകം, ഹയം, വാജി. എന്താണ്? കുതിരയുടെ മീനിങ് ആണേ, കുതിരയുടെ പര്യായ പദങ്ങളാണേ. അശ്വം, തുരകം, ഹയം, വാജി. ഇനി മത്സ്യം, മീൻ, ജലജീവി, ശഫരം. ഓർത്തു വെച്ചേക്കുക. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. കണ്ണ്, നയനം, നേത്രം, ലോചനം, അക്ഷി. കണ്ണെന്തൊക്കെയാണ്? നയനം, നേത്രം, ലോചനം, അക്ഷി. മുഖം, ആനനം, വദനം, മുഖാരവിന്ദം. പിന്നെന്താണ്? ആസ്യം വേണമെങ്കിൽ പറയാം. ആസ്യം. ഡാൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് മുഖമാനനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വേർഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും മുഖത്തിനെയാണ് കാണിക്കുന്നത്. അതൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വദനം, മുഖം. ഗണപതിയുടെ പദത്തിലൊക്കെ വദനം എന്നുള്ളത് എപ്പോഴും വരുന്നതാണ്. ആനമുഖൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? യെസ്. ഓക്കെ, സെറ്റ് ആക്കുക. കൈ, ഹസ്തം, കരം, പാണി. ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഹസ്തം, കരം, പാണി, ഹാൻഡ്. തല എന്താ? ശിരസ്, മൂർധാവ്, ശിരം. ശിരസ്, മൂർധാവ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കുക. രക്തം, ചോര, ശോണിതം, രുധിരം, അസ്കൃക്. ഓർത്ത് വെച്ചേക്കുക. അതിൽ രുധിരം ഇമ്പോർട്ടന്റ് ആണ്. രുധിരം ഒരു ഡിഫറെന്റ് വേർഡ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മേഘം നമ്മൾ നേരത്തെ പറഞ്ഞു, വാരിതം, ജലധരം, മേഘം. ഘനം എന്താണ്? ജലം കൊടുക്കുന്നത് എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ. ഇനി താമര, പത്മം, കമലം, അംബുജം, സരോജം, ജലജം. കണ്ടോ? ജം എവിടെയാണ്? താമര, ജലത്തിലുള്ളത് എന്നുള്ള മീനിങ് ആണ്. ജലത്തിലുള്ളത്. സെറ്റ് അല്ലേ? ജലത്തിലുള്ളത്. സെറ്റ് അല്ലേ? അടുത്ത നോക്കിയേ. മുല്ല, ജാസ്മിൻ, മല്ലിക, കുണ്ഠം.
കുന്തം ഏത് ഇന്ദയാണ്? ഇന്ദ. ഈ ഇന്ദ ഇന്ദുന്റെ ഇന്ദയാണ് കേട്ടോ. ഓർത്തു വെക്കുക. ധനം, വെൽത്ത്, സമ്പത്ത്, ഐശ്വര്യം, ധനസമ്പത്ത്, വിത്തം, വിത്തം ഓർത്തു വെച്ചാൽ അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കൂല, അറിഞ്ഞു വെച്ചിരുന്നാ മതി. ശക്തി, സ്ട്രെങ്ത്, ബലം, ശക്തി, കരുത്ത്, ബലം, ശക്തി, കരുത്ത്, വാക്ക്, വാണി, വചനം, ഭാഷിതം, ശബ്ദം, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. വാണിയൊക്കെ പറയാം കേട്ടോ, വാണി. ഇനി കടൽ തീരം, തീരം, തടം, കുലം, തീരം, തടം, കുലം ഓർക്കുക. മഴ, വർഷം, വൃഷ്ടി, ജലവർഷം, വർഷം, വൃഷ്ടി, ജലവർഷം. രാജ്ഞി, രാജ്ഞി, മഹിഷി, പട്ടമഹിഷി. ഗുരു, ആചാര്യൻ, അധ്യാപകൻ, ഉപദായകൻ, ഉപദായകൻ, ഉപാധ്യായകൻ, ഉപാധ്യായകൻ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത നോയിക്കേടാ. യുദ്ധം, സമരം, പോരാട്ടം, രണം, സംഗ്രാമം. സമരം, പോരാട്ടം, രണം, സംഗ്രാമം. രണം ഓർത്തു വെച്ചേക്കുക, രണം. മരണം, മൃത്യു, നിര്യാണം, നിര്യാണം, ദേഹാന്ത്യം, അന്ത്യം. ജീവിതമാണെങ്കിലോ ജീവൻ, ആയുസ്, ജീവനം, ജീവൻ, ആയുസ്, ജീവനം. സന്തോഷം, ആനന്ദം അല്ലെ, ആനന്ദം. സുഖം, പ്രമോദം, ഹർഷം, ഹർഷം ചിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക. ദുഃഖം, വളരെ സോറി ആയിട്ടുള്ളത്, ഭയങ്കര വിഷമം. വ്യസനൻ, വ്യസനം, വ്യസനപ്പെട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. വ്യസനം, ഓ ഇന്ന് ശോകം അടിച്ചിരിക്കുകയാണ്, ശോകം, ശോകം അല്ലെ, ശോകം. ഖേദം, എനിക്കതിൽ ഖേദമുണ്ട് അല്ലെ, ഖേദം. വേദന, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. യെസ്, ദുഃഖം. സ്നേഹം, ലവ്, പ്രേമം, വാത്സല്യം, അനുരാഗം നമുക്കറിയാം. ഇനി ബുദ്ധി, ഇന്റലിജൻസ്, പ്രജ്ഞ, മതി, മതി, പിന്നെ എന്താണ്? തീക്ഷ്ണ. മതി, ഏത് മതിയാണ്? ബുദ്ധി, ബുദ്ധി ഓർത്തു വെച്ചേക്കുക. ബുദ്ധി, മതി, മതി എന്നുള്ളത്, മതിഭ്രമം കേട്ടിട്ടില്ലേ? അപ്പൊ അതത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കുക. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? എടാ നമുക്ക് അതല്ലാതെ കുറച്ചധികം കാര്യങ്ങളും കൂടി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ചധികം കാര്യങ്ങളാണ് ഞാൻ ദാ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഒന്ന് നോക്കാടാ. ഓർമ്മ, ഓർമ്മയെ നമ്മൾ എന്തൊക്കെയാ പറയാ? സ്മരണ, സ്മൃതി, നിനവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ആമ്പലോ, ആമ്പലം റിപ്പീറ്റഡ് ആയിട്ട് വന്നു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. കുമുദം, കുവലയം, പിന്നെന്താണ്? സാദരം അല്ലെ, സാരഥം, കൈരവം, ഇതെല്ലാം നമുക്ക് പറയാൻ പോലും. സാദരമല്ല, സാദരം ക്ഷമിച്ചു കൊള്ളുക. ഓക്കെ, അപ്പൊ അതാണ് ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമസ്, അന്ധകാരം എന്നൊക്കെ, തിമിരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇരുട്ട് എന്ന്, തിമിരം എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേ. കരച്ചിലാണെങ്കിലോ, കരച്ചിൽ നമുക്ക് ക്രന്ദനം, രോദനം, വിലാപം, ക്രന്ദം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുവേ കരച്ചില്. ഇനി കടുവ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കടുവ, കടുവയെ നമ്മൾ എന്താ പറയാ? വ്യാഘ്രം, വ്യാഘ്രം, ശാർദൂലം, വ്യാളം ഇതൊക്കെ നമുക്ക് പറയാമേ. ചൂത്, ചൂത്, ദ്യൂതം, ദ്യൂതമാണ്. ദ്യൂതം, പക്ഷം, പക്ഷം കേട്ടോ. ചങ്ങാതി, ചങ്ങാതി എന്തുവാണ്? വയസ്യൻ, വയസ്യൻ, വയസ്സനല്ല, വയസ്യൻ, വയസ്യൻ, മിത്രം, സുഹൃത്ത് എന്നൊക്കെ പറയാം. മാൻ, മാൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഏണം, ഹരിണം, മൃഗം എന്നൊക്കെയുള്ള മീനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒട്ടനവധി കുറച്ചധികം വേർഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തു വെക്കാൻ. ഇതൊക്കെയാണ് കഴിഞ്ഞ കുറെ എക്സാംസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും വേർഡ്സ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനിയുള്ള PYQ സെഷൻസിലൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇനി വിട്ടുപോയതോ എക്സ്ട്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും? ആഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ ഈ പര്യായ പദം എപ്പോഴും പര്യായ പദമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുവടാ. റിപ്പീറ്റഡ് ആയിട്ട് വിപരീത പദം, പര്യായ പദം, എതിർലിംഗം, ഇതെല്ലാം റിപ്പീറ്റ്, ഒറ്റപ്പദം, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഏകദേശം നമ്മുടെ ഗ്രാമർ പോർഷനിൽ ഈ പറയുന്ന വചനം, ലിംഗം, വചനം, പിന്നെ വിഭക്തി, പിന്നെ ഏതാണ് ഇതൊന്നും നമുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരും. സന്ധി, ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ റൂൾസ് മനസ്സിലാക്കുക. വാക്യശുദ്ധി, ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ റൂൾസ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഈ പറയുന്ന വേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിനും വലിയൊരു വഴിയുണ്ട്. എന്താണ്? നമ്മുടെ ഈ നോട്ട്സിൽ എല്ലാ ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ
സോറി ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകിട്ട് ഒരു PYQ സെഷൻ പോകുന്നുണ്ട് മലയാളത്തിന്റെ അക്ഷരവ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ്. സോ അതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ആണ് നടത്തുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിന്റെ എന്താണ് നമ്മുടെ ഗ്രാമർ പോർഷനും അതിൽ വരുന്ന ലിറ്ററേച്ചർ പോർഷനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ അത് നിങ്ങൾക്കും ഫലമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക ബുക്ക് തന്നെ എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണടാ നമുക്ക് നമ്മുടെ പര്യായ പദങ്ങളുമായിട്ട് പഠിക്കാനുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും MCQ ആണെങ്കിലും ഞാൻ കാറ്റഗറി നമ്പറോട് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, പഠിക്കുന്ന സമയം വളരെ കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ പറയുന്ന എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ലക്ഷ്യ നോട്ട് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടി നമുക്ക് എന്താണ് വർത്ത് ആണ് അങ്ങനെ എഴുതി പഠിക്കുന്നത്, മറന്നു പോകത്തൊന്നുമില്ല. അപ്പം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.